ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കണം നമുക്ക് കാണാം, വരും. അപ്പോൾ ഗായ്സ്, മുട്ട ഓംലെറ്റിനായിട്ടുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് സവാള. എന്താ അറിയാൻ പോണാണ്. അപ്പോൾ ഈ സവാള അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഫുള്ള് കുഞ്ഞുകുഞ്ഞാന്ന് അരിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാണ് പാത്രം. അപ്പോൾ ഗൈസ്, ഇതിന് ശേഷം ഉപ്പും മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയും മുളക് പൊടിയാണ് വേണ്ടത്. നമുക്കിത് കൂട്ടി വെക്കാം. പിന്നെ ഇത്ര ഉപ്പിടാം. അപ്പോൾ നമുക്ക് മുട്ട എടുക്കാം. ഞാൻ കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. കഴുകാൻ കഴിയും. ഇതിന് നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ അടിക്കാം. ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം. സ്റ്റവ് കത്തിക്കാനുള്ള ലൈറ്റാണ്. സ്റ്റവ് കത്തിച്ചുകൊണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഒരു ഇത്തിരി എണ്ണ മതി. ഇതിന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. ഇത് ചൂടായ നോക്കാം. നമുക്ക് ഇത്തിരി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത്തിരി കൂടി ചൂടാവാനുണ്ട്. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒഴിക്കാം. ഇനി നമുക്ക് ഇത് മറിച്ചിടാനുള്ള ചട്ടകവും പ്ലേറ്റും എടുത്തിട്ട് വരാം. അപ്പോൾ ഇതിന് നമുക്ക് മറിച്ചിടാം. നമുക്ക് എടുക്കാം. നമ്മുടെ മുട്ട ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഇത്തിരി ചൂടാറട്ടെ. ഞങ്ങളുടെ വീട്ടിൽ 4 കോഴിക്കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ പറ്റും. ഒരു കോഴിക്കുഞ്ഞിനെ എടുത്ത് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഒരു കോഴിക്കുഞ്ഞ്. ഇതിൻ്റെ അടിയിലാണ് ബാക്കി ഇരിക്കുന്നത്. ഇവിടെ ഒരെണ്ണം വന്നിരിക്കുന്നു. ഇവിടെ
ശരി. കണ്ടോ ഗൈസ്, ഇതിനെ നമുക്ക് അടച്ചു വെച്ചേക്കാം. ഇത് കൊത്തും ചിലപ്പോൾ. ഗൈസ്, ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാം. നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. കൊള്ളാം, നല്ല എന്റെ കപ്പലിൽ നോ ഷുഗർ. ഡയബറ്റീസ് സമയത്ത് കുറയ്ക്കണമല്ലോ.